നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ വിഷഫലമായിട്ട് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനുള്ള യോഗമുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും വ്യവസ്ഥ കുറവുകൊണ്ടും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി പൊതുവെ പൊതുജനപ്രവർത്തനങ്ങളിൽ സജീവമായി സാന്നിധ്യം വേണ്ടി വരുവാനും ഒരുപക്ഷെ ആധ്യാത്മികത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഹോരാത്രം പ്രവർത്തിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ വർഷം മുടങ്ങിയതായിട്ടുള്ള പല കർമ്മ പദ്ധതികളും പുനരാരംഭിക്കുവാനോ അവസരം വന്നു ചേരുവാനോ യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സ്ഥലകീർത്തിക്ക് യോഗം കാണുന്നു. വിദേശയാത്ര സഫലമായി തീരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി ഒരുപക്ഷെ വിദേശത്ത് ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാധ്യതകൾ കൂടി ഉള്ള അവസരം വന്നു ചേരും. മറ്റു ചില വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോടനുബന്ധമായി ഉദ്യോഗം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരും. തൊഴിൽ മേഖലകളോടനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുതിയ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് ഊന്നൽ നൽകുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. പറയുന്ന വാക്കുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കണം. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തുന്നത് വഴി നഷ്ടകഷ്ടങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാക്കുവാനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പ്രമേഹ നീർദോഷ രോഗപീഠകളെ കൊണ്ടും ശിരോരോഗപീഠകളെ കൊണ്ടും അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും ആയുർവേദ പ്രകൃതി ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനും യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഭൂമി പണയപ്പെടുത്തുവാനോ വിൽപ്പന നടത്തുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ഏറ്റെടുത്ത കാര്യങ്ങൾ അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും പ്രവർത്തനം വേണ്ടി വരുമെങ്കിലും പലപ്പോഴും നേട്ടം കുറയുവാനാണ് യോഗം കൊള്ളത്. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും പൊതുവെ സ്വസ്ഥതയും സമാധാനവും കുറയും. ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള ഏതൊരു സമീപനം സ്വീകരിക്കുന്നതും ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ 2017 ആണ്ട് അനുഭവയോഗ്യമായ ഫലങ്ങളായി പറയുന്നു. നമസ്കാരം.